മക്കൾസ്, നമ്മുടെ NMMS എക്സാമിന് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതേ രൂപത്തിലുള്ള ചിത്രങ്ങളും അതിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കില്ല. ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇതൊരു പ്ലെയിൻ മിറർ ആണ്, സാധാ സമതല ദർപ്പണം, കണ്ണാടി എന്നൊക്കെ പറയും. ഈ കണ്ണാടിയിൽ ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഇമേജ് ഇവിടെ തന്നെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇമേജ് അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ ഹൈറ്റ് എത്രയാണോ അല്ലെങ്കിൽ ഇയാളുടെ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റിനായിരിക്കും ഇമേജും ഉണ്ടായിരിക്കുക. ഇനി ഇയാൾ കണ്ണാടിയിൽ നിന്ന് എത്ര ദൂരത്താണോ അതേ ഡിസ്റ്റൻസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഇനി എപ്പോഴും നമുക്ക് നിവർന്ന പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഒരു പ്ലെയിൻ മിറർ കണ്ണാടിയിൽ ലഭിക്കുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞാൽ അത് ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്ന ഇമേജ് ആയിരിക്കും. അതേപോലെ തന്നെ സെയിം സൈസ് ആയിരിക്കും, അതായത് സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്ട്, വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ അത് വെർച്വൽ ആയിരിക്കും, മിഥ്യയായിരിക്കും. അപ്പൊ കണ്ണാടിയിൽ നമ്മളെ കാണുന്നത് എങ്ങനെയായിരിക്കും? മിഥ്യയായിരിക്കും. ഓർത്ത് വയ്ക്കുക, ഇതൊരു പ്ലെയിൻ മിറർ ആണ്. അങ്ങനെയെങ്കിൽ ഇതൊരു കോൺവെക്സ് മിറർ ആണ്. ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ എന്ന് പറയും. അതിൽ കോൺവെക്സ് മിററിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരാൾ നിൽക്കുന്നു വിചാരിക്കുക, അയാളുടെ ഇമേജ് എപ്പോഴും ആ ഒരു ദർപ്പണത്തിന്റെ പിന്നിൽ, കോൺവെക്സ് മിററിന്റെ പിന്നിലാണ് കിട്ടുക. അതുകൊണ്ട് അത് ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്ന ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് വളരെ ചെറിയ ഇമേജ് ആയിരിക്കും. കൂട്ടത്തിൽ അത് വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമായിരിക്കും. അപ്പൊ കോൺവെക്സ് മിററിനകത്ത് എപ്പോഴും ഇമേജ് ചെറുതായിരിക്കും, നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും. അതുകൊണ്ട് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിനകത്ത് ഉപയോഗിക്കുന്ന മിറർ ഏത് എന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഏതായിരിക്കും ഗൈസ്? അത് കോൺവെക്സ് മിറർ ആണ്. അങ്ങനെയെങ്കിൽ കോൺകേവ് മിററിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇമേജ് നോക്ക്, ഇവിടെ ഒരു വസ്തു വെച്ചു അല്ലെങ്കിൽ ഒരാൾ നിൽക്കുന്നു, അയാളുടെ ഇമേജ് എന്ത് ചെയ്യുന്നു? തല കീഴായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഇൻവേർട്ട് ആണ്. ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ തല കീഴായതാണ്, അത് സ്മോൾ ആണ്, അത് റിയൽ ആണ്. അപ്പൊ തല കീഴായതൊക്കെ എന്താണ്? റിയൽ ആണ്, യഥാർത്ഥമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ കോൺകേവിൽ ചിലപ്പോൾ തല കീഴായിരിക്കും കിട്ടുക. ഇനി ചില സമയത്തോ നിവർന്നത് വരും. നിവർന്നത് വന്നാൽ എന്തായിരിക്കും? ഇറക്റ്റ് ഇമേജ് ആണ്, അത് ലാർജ് ആണ്, അത് വെർച്വൽ ആണ്, അത് മിഥ്യയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ കോൺകേവ് മിററിനകത്ത് ചിലപ്പോ റിയൽ ഇമേജ് കിട്ടും, ചിലപ്പോ വെർച്വൽ ഇമേജ് വരും, ചിലപ്പോൾ ചെറിയ ഇമേജ് വരും, ചിലപ്പോൾ വലിയ ഇമേജ് വരും, ചിലപ്പോൾ വസ്തുവിന്റെ അതേ വലുപ്പം തന്നെ വരും. ഇതാ നോക്കും, ഒരു കോൺകേവ് മിററിനകത്ത് സീലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ സീൽ തന്നെയാണ് ഇമേജ് കിട്ടുക. അതുകൊണ്ട് വസ്തുവിന്റെ അതേ വലുപ്പം തന്നെ ആയിരിക്കും. അപ്പൊ ഇൻവേർട്ട് ഇമേജ് ആണ്, സെയിം സൈസ് ആണ്, റിയൽ ആണ്. അപ്പൊ പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, ഇതിനകത്തൊക്കെ രൂപപ്പെടുന്ന ഇമേജുകളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പരീക്ഷയ്ക്ക് ഉറപ്പാണ്.